പ്രിയദർശൻ. എന്തു പറ്റി? ഞാൻ എത്ര തവണ വിളിച്ചു. പോലീസ് സ്റ്റേഷനിലാണെന്ന് പറയുകയും ചെയ്തു. എനിക്കൊരു സമാധാനം ഉണ്ടായില്ല. ഞാൻ ജാമ്യം എടുക്കാൻ വന്നതാ. അല്ല സർ, എൻ്റെ ഫേസ്ബുക്ക് ഫ്രണ്ടാണ് ജിയ. മനസ്സിലായി, കൊള്ളാം. ഫേസ്ബുക്ക് ഫ്രണ്ട്സ്. താനെന്താ ഇവിടെ? എന്തൊക്കെ ഫ്രണ്ട്സ്? ആ ലേഡിയുടെ ആക്സിഡന്റിന്റെ ഓ, ഭാഗ്യമുള്ളൂ. ഇത്രയല്ലേ പറ്റുള്ളൂ. ഇവരെ ഫോർമാലിറ്റീസ് ഒക്കെ കഴിഞ്ഞു സാർ, കഴിഞ്ഞു. ഇവരെങ്ങനെ പോകുന്നേ? ടാക്സി വിളിച്ചു, കിട്ടുന്നില്ല. നെറ്റ്വർക്ക് ഇഷ്യൂ ആണെന്ന് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ ഒരു അതെ, ഞാൻ എയർപോർട്ടിലേക്കെന്നല്ലേ പറഞ്ഞേ? ഇരിക്കുന്ന സ്ത്രീയെ കണ്ടോ? ഇവരെ കൂടെ അവിടെ ആക്കുവോ? വിരോധമൊന്നുമില്ലല്ലോ. അല്ല, വിരോധമില്ല. നല്ല കമ്പനി ആയിരിക്കും. സാറേ, എന്നൊരു കേസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങുന്ന ആളെന്നറിയാലോ. അപ്പോൾ അയാളോട് പറഞ്ഞു നോക്കണം. അത് എനിക്കെന്നാ കുഴപ്പം? അയാൾ കൊണ്ടുകൊണ്ടോ? ഇവിടുത്തെ ശല്യം തീരില്ലേ? അത് തന്നെയല്ല, ഇവൻ്റെ തലയിൽ ലോകത്തുള്ള മൊത്തം കുരിശുണ്ട്. അതിൻ്റെ കൂടെ ഒരു പൊന്നും കുരിശും കൂടെ ഇരിക്കട്ടു. തനിക്കല്ലോ കുഴപ്പമുള്ളൂ. ഇല്ല വിട്ടെ സാർ. ഫ്ലാറ്റിൽ മലിനജലത്തിൻ്റെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അത് സോൾവ് ചെയ്യാൻ വേണ്ടി വന്നു. അത് പിന്നെ പതുക്കെ ഒരു തർക്കമായി തല്ലായി. അതാണ് പറ്റിപ്പോയത്. ഗൂഗിൾ പേ ഉണ്ടോ? അയ്യോ, ഇത് ടാക്സി അല്ല. പിന്നെ അയാൾ എയർപോർട്ടിൽ പോകുന്ന. വിശ്വസിക്കാവോ? നമ്മൾ പോലീസ് സ്റ്റേഷനിൽ വിടുന്നതല്ലേ. അതുകൊണ്ട് തന്നെ പറഞ്ഞേ. അല്ല, വിശ്വസിക്കാം. ആള് ഡോക്ടറാ, ഞങ്ങൾ അറിയുന്ന ആൾ തന്നെയാ. ആരായാലും കൊള്ളാം. അതെനിക്ക് 1-2 സ്ഥലത്തൂടെ ഇറങ്ങാനുണ്ട്. ഹോപ്പ് യു ഡോണ്ട് മൈൻഡ്. അധികം ദൂരമില്ലെങ്കിൽ നമുക്ക് മാനേജ് ചെയ്യാം. ഞാൻ ബ്യൂട്ടി പാർലറിലെ അമ്മ ഇപ്പൊ വരാം. ഒരു പെണ്ണ് കാണലുണ്ടായിരുന്നു. അപ്പൊ വീട്ടിൽ നിന്ന് ഒരേ വിളി. ചെക്കനങ്ങ് അമേരിക്കയിലാ. അപ്പൊ അവർക്കൊരു നാടൻ പെൺകുട്ടിയെ വേണമെന്ന്. വന്ന് കണ്ടിട്ട് പോട്ടെ എന്ന് ചോദിച്ചാൽ നിർബന്ധം. അപ്പൊ ഈ ഡെക്കറേഷനൊക്കെ ചെയ്യാൻ വേണ്ടി ഞാൻ ബ്യൂട്ടി പാർലറിൽ ഇരിക്കുമ്പോഴാണ് മെസ്സേജ് തന്നെ. എടോ, എന്നെ കണ്ട അങ്ങനെ ഒരു കിഡ്നാപ്പറെ പോലെ തോന്നുന്നുണ്ടോ? ഞാൻ പറഞ്ഞോ? അല്ല, ഞാൻ തന്നെ ഡ്രോപ്പ് ചെയ്യാം. സോറി. എടോ, താൻ ഈ അവസ്ഥയിൽ ഇങ്ങനെ ഇറങ്ങി വന്നത് ശരിയായില്ല. ഇങ്ങനെ ഇറസ്പോൺസിബിൾ ആകാമോ? ഇപ്പൊ പെണ്ണ് കാണാൻ വന്ന ആളെ കാണാൻ വേണ്ടി ഇവിടെ ആള് വെയിറ്റ് ചെയ്യണം. എനിക്ക് ആ കോന്തം എന്തായാലും വേണ്ട. കുറച്ചു നേരം വെയിറ്റ് ചെയ്യട്ടെ. എനിക്കൊന്നും പറ്റത്തില്ല. പരിചയമില്ലാതെ ഏതൊരുത്തിനെ പോയി കെട്ടാനൊന്നും. എങ്ങനെയുള്ള ഒരുത്തനെയാണ് കാത്തിരിക്കുന്നത്? ഞാൻ നല്ല സിങ്കായി പോകുന്ന, എന്തും ഷെയർ ചെയ്യാൻ പറ്റുന്ന വളരെ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്. അതിപ്പോ ഒന്ന് കെട്ടിയതാണേലും കുഴപ്പമൊന്നുമില്ല. അല്ല, അതിനിപ്പോ കെട്ടിയവരെ മാട്രിമോണി നോക്കണം. അവർക്കിപ്പോ എന്തോ വാട്സപ്പ് ഗ്രൂപ്പ് ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അതാവുമ്പോ കുഴപ്പമില്ലല്ലോ. അപ്പോ അല്ലാതെ കിട്ടൂലോ. നിങ്ങൾ ഫ്രണ്ട്സ് തന്നെ ആണല്ലോ അല്ലേ? ഇനി ഒളിച്ചോട വല്ല പരിപാടി ഉണ്ടെങ്കിൽ എന്നതാ ഇവിടെ ഇറക്കി വിട്ടേക്ക്. ഐ കാൺ ടേക്ക് എനി മോർ കോംപ്ലിക്കേഷൻസ്. ഇത്ര സ്പീഡിലൊന്നും ചിന്തിക്കരുത് കേട്ടോ. ഇതെന്റെ ഒരു ഫ്രണ്ടാണ്. ഇച്ചിരി ബോധക്കുറവുണ്ടെന്നുള്ളൂ. അതെ, ബോധക്കുറവുള്ളതുകൊണ്ടാണല്ലോ എത്ര ബോറായാലും എല്ലാ ബ്ലോഗുകളും ഇരുന്ന് വായിക്കുന്നത്.